വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, കൂടാതെ സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് എല്ലാത്തിലും പലതിലും കാണുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കാണുന്നവർക്ക് പ്രത്യേകിച്ച് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കർത്താവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും. നിങ്ങളും പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ ആന്തരിക മനുഷ്യനെ പണിതെടുത്ത് ആത്മവിശ്വാസമുള്ള ധൈര്യശാലികളായ ധീരയോദ്ധാക്കന്മാരായി നിൽക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവ് പണിതെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വചനഭാഗങ്ങളിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എൻ്റെ മൂല്യം, വാട്ട് ഈസ് മൈ വാല്യൂ. ആ കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കും. സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം സ്പോൺസേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഓർക്കുക, ഇന്ന് അനേകർക്ക് ഈ വീഡിയോ ദയവായി അയച്ചു കൊടുക്കുക. പലരോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ആദ്യത്തേത് കുവൈറ്റിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്, വെൽവിഷറാണ്. ഇന്ന് അവരുടെ സഹോദരൻ്റെ ജന്മദിനം കൂടിയാണ്. ഓ, ഹാപ്പി ബർത്ത്ഡേ ദാറ്റ് ബ്രദർ. പേരെന്താണെങ്കിലും ദൈവം കർത്താവ് ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. സഹോദരന്റെ കുടുംബജീവിതത്തിൽ ദൈവിക സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ തോപ്പുംപടി ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് സ്വർണ്ണലതയാണ്. സ്വർണ്ണലത, താങ്ക് യു സോ മച്ച്. ഇന്ന് മകൻ സ്വരൂപിന്റെ ജന്മദിനമാണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ സ്വരൂപ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരുടെ ഭവനം സ്വന്തം പേരിൽ ലഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. സ്വർണ്ണലതയുടെ ജോലി സ്ഥിരമാകുവാൻ തക്ക വിധം അങ്ങയുടെ കൃപ അങ്ങ് പകരണമേന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ തൃശ്ശൂരിൽ നിന്ന് ലോമിൻ ആൻഡ് വിൽനി ആണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോമിനും വിൽനിക്കുമായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ, കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ കാട്ടാക്കടയിൽ നിന്ന് രാഗേന്ദു ആണ് നമ്മുടെ സ്പോൺസർ. രാഗേന്ദുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇന്ന് വിവാഹമാണ്. ഇന്ന് കല്യാണം നടക്കാൻ പോകും. എന്നാ ഞാൻ പ്രാർത്ഥിക്കാം. പ്ലീസ് കർത്താവേ, രാഗേന്ദുവിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? വിവാഹവും ദാമ്പത്യ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ, പിതാവിന്റെ BP നോർമൽ ആകുവാൻ. കർത്താവേ, ഈ രാഗേന്ദുവിന്റെ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മംഗളകരമായി നടക്കുവാൻ തുടർന്നുള്ള വിവാഹ ജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുകയാണ്. അടുത്ത പിതാവിന്റെ BP കർത്താവ് നോർമൽ ആകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ കരം നീട്ടി ആ പിതാവിനെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. എല്ലാ സ്പോൺസേഴ്സിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് ഓൾ സ്പോൺസേഴ്സ്. തുടർന്നുള്ള നമ്മുടെ ഈ എപ്പിസോഡ് നടക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ശുശ്രൂഷയിൽ പാർട്ട്നേഴ്സ് ആകുവാൻ, സ്പോൺസേഴ്സ് ആകുവാൻ സാധിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കും അടുത്ത അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. വർഷിപ്പ് ടീം, ഓവർ ടു വർഷിപ്പ് ടീം. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂന്ന് പൊൻകരത്താ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താ. തുടച്ചെന്റെ കണ്ണൂന്ന് പൊൻകരത്താ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താ.
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. Wonderful Amen. song. Amen. What is my value? എന്താണ് എൻ്റെ വില? നമ്മൾ വില എന്ന് പറയുമ്പോൾ പലർക്കും ഒരാളുടെ വില എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉള്ളിൽ വരിക? വിലയും നിലയുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന, സമൂഹത്തിൽ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന, ബഹുമാന്യനായ, അങ്ങനെ ഒരു വില പിടിച്ച ഒരാൾ. അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷ് ഒരു വാക്ക് സ്റ്റേറ്റസ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരാൾ. അല്ലെങ്കിൽ കാശുണ്ട്, പൂത്ത പണമുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൾട്ടി മില്യണറാണ്. അങ്ങനെ വില കൽപ്പിക്കുന്നവരുമുണ്ട്. പല തരത്തിലാണ് ആളുകൾ വില കൽപ്പിക്കുന്നത്, പല മേഖലയിലാണ്. ഇനി ശരീരത്തിൻ്റെ വിലയാണെങ്കിൽ ഈ ശരീരത്തെ മൊത്തം നമ്മൾ മൂലകങ്ങളാക്കി മാറ്റി തൂക്കി നോക്കിയാൽ കിട്ടുന്നത് നിസ്സാര പൈസയുണ്ട്. അതേസമയം ഓർഗൻസായിട്ട് വിൽക്കുവാണെങ്കിൽ, കിഡ്നി വിൽക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള പല അവയവങ്ങളെടുത്ത് വിറ്റ ലക്ഷങ്ങൾ കിട്ടും. അനധികൃതമാണത്, എന്തായാലും കിട്ടും. അപ്പോൾ എങ്ങനെ വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ വിലയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് മണ്ണായി തീരേണ്ടതാണ്. അപ്പോൾ ആ വില നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യഥാർത്ഥമായ വില, അല്ലെങ്കിൽ നമ്മുടെ ചില ആളുകൾ, ചിലർക്ക് നല്ല വിലയിടും. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ടാഗ് കാണും, ഒരു പ്രൈസ് ടാഗ്. ഒരു ഹാൻഡ് ബാഗ് മേടിക്കാൻ ചെന്നാൽ അവിടെ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം ഇങ്ങനെ നൂലിലോ അല്ലെങ്കിലും കെട്ടിയിട്ടുണ്ട്. ഷർട്ട് വാങ്ങാൻ ചെന്നാലും ഒക്കെ കാണും. എല്ലാത്തിനും ഒരു പ്രൈസ് ടാഗ് കാണും. അത് മനുഷ്യരിടുന്ന പ്രൈസ് ടാഗാണ്. എന്നാൽ ശരിയായ ഒരു മനുഷ്യൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ അയാളെക്കുറിച്ച്, അയാളെ നിർമ്മിച്ച, അയാളെ സൃഷ്ടിച്ച ദൈവം എന്ത് കണക്കിടുന്നു, വിലയിടുന്നു, അതാണ് അയാളുടെ യഥാർത്ഥ വില. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജനങ്ങൾ നിങ്ങൾക്കിടുന്ന വിലയല്ല യഥാർത്ഥ വില. ദൈവം ഉണ്ടാക്കിയ ദൈവം, സൃഷ്ടാവായ ദൈവം നിങ്ങൾക്കിടുന്ന വിലയാണ് യഥാർത്ഥ വില. ആ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 29, 30, 31. മാത്യു ചാപ്റ്റർ 10, 29, 30 and 31. അവിടെ are not 2 sparrows sold for a penny, yet not one of them will fall to the ground apart from the will of your Father. And even the very hairs of your head are all numbered. So don't be afraid. You are worth more than many sparrows. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. സിമ്പിളായിട്ട് കർത്താവ് പറയുന്നതെങ്കിലും അതിൽ വളരെ പ്രൊഫൗണ്ടായി ആഴമേറിയ ചില അർത്ഥങ്ങളുണ്ട്, നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട അർത്ഥങ്ങൾ. ആദ്യം ചോദിക്കുന്ന ഇതാണ്, ആർ നോട്ട് 2 sparrows sold for a penny? ഒരു പെനിക്ക് അല്ലെങ്കിൽ ഒരു കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലേ? എല്ലാവരോടും ഒരു കണക്ക് ചോദിക്കുകയാണ്. പണ്ടത്തെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും. ഒരു കാശിന് 2 കുരികിൽ വിൽക്കുന്നെങ്കിൽ ഒരു കുരികിലിൻ്റെ വില എത്ര? കൺഫ്യൂഷനായി. ഒരു കാശിന് 2 കുരികിൽ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുരികിലിൻ്റെ വില എത്ര? അരക്കാശ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 1 രൂപയ്ക്ക് 2 കുരികിലിൻ്റെ മാർക്കറ്റിൽ വാങ്ങി കിട്ടുവാണെങ്കിൽ 1 കുരികിലിൻ്റെ വില എത്ര? 50 പൈസ. നേരെ പകുതി, 50 പൈസ. അപ്പോൾ യേശു പറയുകയാണ്, അന്നത്തെ മാർക്കറ്റിൽ അന്നത്തെ പെനി, അന്നത്തെ കാശ്, 1 കാശ് അങ്ങ് കൊടുത്താൽ 2 കുരികിലിനെ കിട്ടും. അരക്കാശാണ് 1 കുരികിലിൻ്റെ വില അന്ന് മാർക്കറ്റിൽ.
എന്നിട്ട് കർത്താവ് അവിടുത്തെ ചോദിക്കും, യെറ്റ് നോട്ട് വൺ ഓഫ് ദം വിൽ fall to the ground apart from the will of your father. എന്നാൽ അതിലൊന്നും നിലത്ത് വീഴണമെങ്കിൽ പിതാവ് സമ്മതിക്കാതെ അതിലൊന്നുപോലും നിലത്ത് വീഴുകയില്ല. എന്ന് വെച്ചാൽ ഒരു കുരുകിൽ മുകളിലിരുന്ന് ആരെങ്കിലും കവിണ കൊണ്ടടിച്ച് ഇടണമെങ്കിൽ, ഒരു വേട്ടക്കാരൻ അതിനെ പിടിക്കണമെങ്കിൽ, അത് താഴെ വീഴണമെങ്കിൽ, അതിന് അസുഖം വന്ന് താഴേക്ക് വീഴണമെങ്കിൽ, വെടിയേറ്റ് വീഴണമെങ്കിൽ എൻ്റെ പിതാവ് തീരുമാനിക്കണം. അർത്ഥം എന്താണ്? മൈ ഫാദർ, യുവർ ഹെവൻലി ഫാദർ ഈസ് മൈൻഡ്ഫുൾ ഓഫ് ഈവൻ വൺ സ്പാരോ വർത്ത് ഹാഫ് എ പെനി. വെറും അരക്കാശ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വെറും അരക്കാശ്, 50 പൈസ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും മാത്രം വിലയുള്ള ഒരു കുരുകിലിൻ്റെ കാര്യത്തിൽ പോലും സ്വർഗത്തിലെ പിതാവ് ശ്രദ്ധിക്കുന്നു എങ്കിൽ നിങ്ങളെ അവൻ എത്രയധികം ശ്രദ്ധിക്കുന്നു എന്നാണ് അതിൻ്റെ ചോദ്യം. നിങ്ങൾക്ക് എത്ര അധികം മൂല്യമുണ്ട് എന്നാണ് അതിൻ്റെ ചോദ്യം. 30-ാമത്തെ വചനത്തിൽ, ആൻഡ് ഈവൻ ദ വെരി hairs of your head are all numbered. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്ന ഓൾ നമ്പേർഡ്. ഒരു നമ്പറിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പം മെട്രോ, കൊച്ചി മെട്രോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പില്ലറിന് ഒരു നമ്പറുണ്ട്, ആണോ? അതെ. അതുപോലെ നമ്മുടെ ഇവിടെ വന്നാലും പല സെക്ഷനുകൾക്കൊക്കെ നമ്മൾ ചില നമ്പർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത്ര നമ്പർ തുടങ്ങി ഇത്ര നമ്പർ വരെ ഇതിലിരിക്കുക. സീറ്റ് റിസർവ് ചെയ്യുമ്പോൾ സീറ്റുകൾക്ക് നമ്പർ ഇടും. ട്രെയിനിൽ കയറിയാൽ ഓരോ സീറ്റിനും നമ്പറുണ്ട്. ഫ്ലൈറ്റിൽ കയറിയാൽ ഓരോ സീറ്റിനും നമ്പറുണ്ട്. ഇതുപോലെ തലമുടിയിലുള്ള ഓരോ മുടിക്കും ഓരോ ഹെയറിനും ദൈവം നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അതിൽ ആ ഓരോ ഹെയറിന് നമ്പർ ഇടുന്നു എന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ചാൽ അതിലൊന്ന് നിലത്ത് വീഴുമ്പോൾ, കുളിക്കാൻ കയറി അല്ലെങ്കിൽ എണ്ണ തേച്ചു, ഇത്തിരി വൈകാരികമായിട്ടാണ് തേച്ചത്, അപ്പോൾ എന്ത് ചെയ്തു? 252, 278, 295 3 മുടി കയ്യല്ലേ. നമ്പർ കർത്താവിനറിയാം, ഇട്ടിട്ടുള്ള നമ്പർ. നിങ്ങളുടെ തലയിൽ എത്ര മുടി ഉണ്ടെന്ന് ഒന്ന് ലൈവ് ചാറ്റിലിട്ടെ എത്ര മുടിയും കൊണ്ടാണ് ഇത്ര നാൾ നടന്നത്? അതിൽ എത്ര എണ്ണം ഇന്ന് രാവിലെ കുളിച്ചപ്പോൾ എത്ര എണ്ണം താഴെ പോയി? ആ ലൈവ് ചാറ്റിലൊന്ന് ഇട്ട് തന്നെ. എത്ര നമ്പർ മുടിയാണ് താഴെ പോയത്? അറിയില്ല. മിണ്ടാത്ത അറിയില്ല, മിണ്ടാത്തത് ഞങ്ങളെല്ലാവരും. Even the very hairs of your head are all numbered. Amen. അല്ലെങ്കിൽ ദൈവത്തിന് അതിൻ്റെ മൊത്തം എണ്ണം അറിയാമെന്നല്ല പറയുന്നത്. ഇവിടെ എൻ്റെ ഈ ഇംഗ്ലീഷ് ഭാഷയാണ് ഞാൻ പറയുന്നത്. God knows the total count of your hair എന്നല്ല പറഞ്ഞത്. The very hairs of head are all numbered. അതിനെല്ലാത്തിനും എണ്ണമിട്ടിരിക്കുന്നു. പല്ലിൻ്റെ എണ്ണം അറിയാം അല്ലേ? നോക്കിയാൽ നമുക്ക് എണ്ണാം. ഹെയർ എണ്ണാമോ? 31. So don't be afraid. You are worth more than many sparrows. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ആ ഭാഗത്ത് തുടർന്ന് ഈ ഭാഗത്തും സിനോപ്റ്റിക് ഗോസ്പൽസിലൊക്കെ വായിക്കാം. വയലിലെ താമര, ആകാശത്തിലെ പറവകൾ, തലയിലെ മുടി, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ വൃക്ഷക്കൊമ്പിലിരിക്കുന്ന കുരുകിൽ, ഇതെല്ലാം കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ഇന്നലെ ഞാൻ പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ട നിനക്ക് ദൈവം വില നൽകുന്നില്ലേ? You are worth more than many sparrows. അതിനേക്കാളൊക്കെ കൂടുതൽ വില നിനക്കില്ലേ? നീ നിസാരപുള്ളിയല്ലെന്ന്. ഹല്ലേലൂയ. ദൈവം, നീ നിനക്ക് തന്നെ വിലയിട്ടില്ലേലും മറ്റുള്ളവർക്ക് നിനക്ക്
ഒരു വിലയും കൽപ്പിച്ചില്ലേലും. ഒത്തിരി പേരുടെ ഉള്ളിൽ വലിയ വേദനയാണ്. വീട്ടിലൊരു വിലയില്ല എനിക്ക്, എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു സഹോദരങ്ങൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം, ഇപ്പോൾ ഒരു വിലയില്ല. ഒത്തിരി പേര് പറഞ്ഞു കരിവേപ്പില പോലെ എന്നെ എടുത്ത് പുറത്തോളം. ഇങ്ങനെയൊക്കെ വില ലഭിക്കാതെ പല സർക്കിളുകളിലും നീ മാറിയാലും കർത്താവ് പറയുന്നു, ആ വചനം ഒന്ന് ആദ്യം വായിക്കാം. ഐസായ 43:4, യേശയ്യാവിൻ്റെ പുസ്തകം 43:4 ഒന്നെടുത്ത് നോക്ക്. യേശയ്യാവ് 43:4, സിൻസ് യു ആർ പ്രഷ്യസ് and honored in my sight, and because I love you, I will give men in exchange for you and people in exchange for your life. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അവിടെ പ്ലെയിൻ ആയിട്ട് എഴുതി വെച്ചിരിക്കും, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുക. മീനിങ് ഗോഡ് ഈസ് ഗിവിങ് യു എ VIP ട്രീറ്റ്മെന്റ്. ദൈവം നിനക്ക് നൽകുന്നൊരു VIP ട്രീറ്റ്മെന്റാണ്. ദൈവം നിന്നെ തള്ളിക്കളയില്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഐ ലവ് യു. ദൈവസ്നേഹം പലപ്പോഴും അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ മനസ്സിലാക്കില്ല. പൗലോസിൻ്റെ പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞു അതിൻ്റെ വീതി, നീളവും, ആഴ ഉയരമൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് മനസ്സിലാകാറുണ്ട് പലപ്പോഴും, ഒന്നും മനസ്സിലാക്കാറില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ദൈവത്തിനും എന്നെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കേൾക്കാത്ത, എൻ്റെ കാര്യങ്ങൾക്ക് എന്താ നീക്കുപോക്കില്ലാത്തത്, ഞാൻ എത്ര മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ലല്ലോ, ഇൻ്റർവ്യൂവിലൊന്നും ഞാൻ പാസ്സാകുന്നില്ലല്ലോ, എനിക്കൊരു നല്ല ജോലിയില്ലല്ലോ, കയ്യിൽ കിട്ടിയതെല്ലാം പോയല്ലോ, തൊടുന്നതെല്ലാം നഷ്ടപ്പെട്ടു, തൊടുന്നതൊന്നും ഗുണം പിടിക്കുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ്. പലപ്പോഴും ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട്, അവിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും വാതിലുകൾ അടഞ്ഞു പോകും, പലപ്പോഴും പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കും. കാരണം പലപ്പോഴും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയവുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ഇതൊന്നും നടക്കാത്തത്? കാരണം പലരുടെയും സ്പിരിറ്റ് ഓപ്പൺ അല്ല, വിശ്വാസത്തിൽ തുറന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പ്രാർത്ഥനക്കാരോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ സ്പിരിറ്റ് ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ ഡോറുകൾ ഓപ്പൺ ചെയ്യുന്നില്ല. അവരൊരു പ്രത്യേക നിലവാരത്തിനപ്പുറത്തേക്ക് ഉയരുന്നുമില്ല. വാസ്തവത്തിൽ അത് ദൈവത്തെ അല്ല കുറ്റം പറയേണ്ടത്, നമ്മളെയാണ്. നമ്മുടെ ഹൃദയം അടഞ്ഞിരിക്കുകയാണ്, നമ്മുടെ വിശ്വാസം തുറക്കപ്പെടുന്നില്ല. ദൈവത്തെ പലപ്പോഴും ക്രൂരനായി നമ്മൾ ചിത്രീകരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ദൈവത്തിന് ഡിസ്പ്ലഷർ ഉണ്ടാകും, നമ്മുടെ മേൽ അവന് പ്രസാദിക്കാൻ കഴിയാത്തതുപോലെ ആയിപ്പോകുന്നു. സ്നേഹമുണ്ടെങ്കിലും, ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, സ്നേഹമുണ്ടെങ്കിലും ബന്ധമില്ലെങ്കിൽ സ്നേഹം അനുഭവിക്കാൻ സാധ്യമല്ല. പറ. സ്നേഹമുണ്ടെങ്കിലും ബന്ധമില്ലെങ്കിൽ ആ സ്നേഹത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. ഒരു പ്രാവശ്യം എല്ലാവരും കേട്ടില്ല. സ്നേഹമുണ്ടെങ്കിലും ബന്ധമില്ലെങ്കിൽ ആ സ്നേഹത്തെ ആസ്വദിക്കാൻ സാധ്യമല്ല. സത്യമാണോ? വിശദീകരിച്ചു കൊടുത്തേ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഏതും ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരാൾക്ക് ഒരാളുടെ സ്നേഹമുണ്ട്, ചിലപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. പക്ഷെ ബന്ധമില്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. അതെ, എന്താ പറയാനുള്ളത്? ശരിയാണ്. അത് രണ്ട് കൂട്ടുകാരെന്ന് വെച്ചു, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, പക്ഷെ റിലേഷൻഷിപ്പ് ഇല്ല. ഉള്ളിലുണ്ട് സ്നേഹം, പക്ഷെ ഒന്ന് ഫോൺ ചെയ്യുന്നില്ല, കാണുന്നില്ല, കണ്ടുമുട്ടുന്നില്ല, ചില്ല് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുറത്തു പോകുന്നില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നില്ല, തമാശ പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ളിൽ സ്നേഹം മാത്രം ഉണ്ടായെങ്കിൽ ആ കൂട്ടുകാർക്ക് തമ്മിൽ സ്നേഹം സത്യത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല, ഉള്ളിലെ സ്നേഹം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. They cannot enjoy that love, the expression of love, because there is no good relationship. ഇതാണ് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത്. ദൈവവുമായി ശരിയായ ഒരു ബന്ധം സ്പിരിറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവം ഒത്തിരി സ്നേഹിക്കും. ദൈവം സ്നേഹം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തോട് അടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ സ്നേഹം ഇങ്ങനെ അതിൻ്റെ സ്ഫുരണങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അത്രയ്ക്ക് സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നവനാണ് ദൈവം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നില്ല. കാരണം എന്താ? ബന്ധം വേണ്ടേ? എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേഴ്സ് ചെയ്യുകയോ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായി
കുറച്ച് സമയം ചെലവഴിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയോ സേവനങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയോ ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായി അത് അവശേഷിക്കും. ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്, ദാറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റായി പുസ്തകത്തിൽ അവസാനിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇനി സ്നേഹം അനുഭവിച്ചില്ലെന്നിരിക്കട്ടെ, ബന്ധമില്ലെന്നിരിക്കട്ടെ, അപ്പോഴും ഒരാൾ എനിക്ക് കുറേ ഗിഫ്റ്റ് തരുന്നുണ്ട്, അതെല്ലാം ഞാൻ മേടിച്ച് വെക്കും. ശരി, ഇവിടെ വച്ചേക്ക്, അതിവിടെ വച്ചേക്ക്, എല്ലാം അവിടെ ഇരിക്കും. പക്ഷേ സ്നേഹത്തിൻ്റെ ഊഷ്മളത മനസ്സിലാവില്ല. ഇതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദിവസവും രാവിലെ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചേ, ഇന്നെന്താ ലൈവ് ചാറ്റിലിട്ട് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണോ കടലയാണോ ദോശയാണോ ഇഡ്ഡലിയാണോ ഇടിയപ്പമാണോ പഴങ്കഞ്ഞിയാണോ, എന്താ ഒന്ന് ലൈവ് ചാറ്റിലിട്ട് തന്നെ. ഇത് കഴിഞ്ഞിട്ട് വേണം പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലുള്ളവരും ഉണ്ടാവും. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ആ ബ്രേക്ക്ഫാസ്റ്റ് ദൈവത്തിൽ നിന്നുള്ളൊരു ദാനമല്ലേ? ദൈവമായി ബന്ധമില്ലെങ്കിൽ ഉന്തറാണ്ടതിന് ഉപ്പുമില്ല, ചിലപ്പോൾ പറക്കുന്ന തെളിയൊക്കെ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അല്ലെങ്കിലോ ദൈവം തന്ന ഗിഫ്റ്റാണ്. പിന്നെ എൻ്റെ ഭാര്യയല്ലേ ഉണ്ടാക്കിയത്, അല്ല ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്ത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ദൈവസ്നേഹം ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. ദൈവമായി ബന്ധമുള്ള ഒരാൾ പാത്രത്തിൻ്റെ മുമ്പിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ തന്നെ, ഓ ഗോഡ്, ഇന്നും എൻ്റെ മുമ്പിൽ എൻ്റെ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് വന്നല്ലോ, അത് കഴിക്കാൻ എൻ്റെ കൈക്ക് എൻ്റെ വായ്ക്കൊക്കെ ചലനശേഷി ഉണ്ടല്ലോ, അതില്ലാത്ത പലരുമില്ലേ. ഇതെല്ലാം ഉണ്ടായിട്ടും ഷുഗർ മൂലം പലതും കട്ട് ചെയ്ത് കളയേണ്ട പലരുമില്ലേ, എനിക്കെല്ലാം തിന്നാമല്ലോ. ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ദൈവമായി എന്ത് വേണം? ബന്ധം വേണം. അങ്ങനെ വരുമ്പോഴാണ് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ദൈവം ഓരോരുത്തരെയും കുരുകിലിനേക്കാൾ, ലില്ലി പുഷ്പത്തേക്കാൾ, വയലിലെ താമരയേക്കാൾ, ആകാശത്തിലെ പറവകളേക്കാൾ എല്ലാറ്റിനേക്കാളും വിലയേറിയവളായി ദൈവം കണ്ടിരിക്കുന്നു. ദൈവം കണ്ടിരിക്കും. പക്ഷേ നമുക്കത് പലപ്പോഴും പിടികിട്ടാത്തതിന് കാരണം നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ല, ദൈവവുമായുള്ള ബന്ധമില്ല, ആ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ വില നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഫോക്കസ് എല്ലാം വരെ നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണട വേറെ കളറാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകാറുണ്ട്. ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ സിസ്റ്റർ മറുപടി പറഞ്ഞാലും മതി. ക്ഷമ സിസ്റ്റർക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. ഇപ്പം എത്രയൊക്കെയുള്ള നോട്ടുകൾ ഏതൊക്കെയാ ഉള്ളത്? അല്ലല്ല, കറൻസി. നമ്മുടെ നോട്ട് 500 രൂപ. മോർണിംഗ് ഗ്ലോറി നോട്ട്സ് ആണ്. അല്ലല്ല, നോട്ട്സ് എന്ന് പറയുമ്പോൾ 1000 നിരോധിച്ചു. 2000 ഉണ്ട്. 2000 അല്ലേ ഏറ്റവും മൂത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം 500 ഉള്ളൂ. പിന്നെ 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയുണ്ട്. ഇപ്പം അധികമൊന്നും മാർക്കറ്റിൽ ഓടുന്നില്ല. 5 ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 500 രൂപ എൻ്റെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. പോകുന്ന വഴിക്ക് നല്ല മഴയത്ത് ഇത് ചെളി വെള്ളത്തിൽ വീഴുന്നു, എടുത്തു കഴിയുമ്പോൾ ചെളി ഉരുണ്ടിരിക്കുകയാണ്. ഈ രൂപ അല്ലെങ്കിൽ ഈ 500 രൂപ നോട്ട് ചെളി പുരണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ശരിയാക്കി എടുത്തു, കഴുകിയൊക്കെ എടുത്തു. പക്ഷേ അതൊരു സ്ഥലത്തുണ്ടായി ചെളിയിൽ വീണതല്ലേ. 498 രൂപയുടെ സാധനം തരാം എന്നാരെങ്കിലും പറയുമോ? 500 രൂപ 500 രൂപ തന്നെയാണ്. ഇപ്പോൾ ഒട്ടും അഴുക്കാക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. അഴുക്കായാൽ ആരും വില കൽപ്പിച്ചില്ലെങ്കിലും റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ നോട്ടിൻ്റെ വിലയുണ്ടായി. കാരണം അവരാണത് ഇറക്കിയത്. അതുകൊണ്ടാണ് പഴയ നോട്ടുകൾ പലരും എടുത്തില്ലെങ്കിലും നമ്മളതെല്ലാം കെട്ടാക്കി എവിടെ കൊണ്ടുപോയി കൊടുക്കും? റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അല്ലെങ്കിൽ അവരൊരു ഔട്ട്ലെറ്റുകൾ പറയും ഇന്ന സ്ഥലത്ത് കൊടുത്താൽ ഇത്ര നാൾ വരെ മാറ്റിക്കിട്ടും. ഇനി ഈ 500 രൂപ നോട്ട് കേൾക്കണ്ടോ? 500 രൂപ നോട്ട് ഒരാൾക്ക് വലിയൊരു മഹാമനസ്കതയുണ്ടായി ഒരു ഭിക്ഷക്കാരന് കൊടുത്തു. ഭിക്ഷക്കാരനത് കൈ പിടിച്ചപ്പോൾ അയാൾ ഭിക്ഷക്കാരനല്ലേ, 250 രൂപ അതിന് കൽപ്പിച്ചാൽ മതി. ഒരു കടയിൽ കൊണ്ടുപോയി ഇയാൾ ഭിക്ഷക്കാരനല്ലേ, 250 രൂപയുടെ സാധനം തരാം എന്നാരെങ്കിലും പറയൂ? മറുപടി പറയണം മര്യാദ. ഇല്ല, നിങ്ങൾ പറ. ഇനി ഇതേ 500 രൂപ വലിയൊരു ധനാഢ്യൻ്റെ കയ്യിൽ കിട്ടി.
ഇയാൾ പണക്കാരനല്ലേ, ഒരു 2500 രൂപ വില ഇട്ടേക്കാം. അങ്ങനെ കൂടുവോ? ഇല്ല. അതുമില്ല. അങ്ങനെയാണെങ്കിൽ മൂല്യം മാറുന്നില്ലെങ്കിൽ നമ്മൾ ആരുടെ കയ്യിൽപ്പെട്ടാലും ആര് നമുക്ക് വിലയിട്ടാലും ആ വില മാറുകയില്ലെങ്കിൽ ദൈവം ഒറിജിനലി നമുക്കിട്ട മൂല്യം വില നമുക്കില്ലേ? എനിക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നുന്നു. Hallelujah. Praise God. Amen. ഓടിക്കോട്ടെ, ബാക്കി പറഞ്ഞോളൂ. ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകും. ഹലോ, നീ ഇപ്പോൾ ഒരു ചേരിയിൽ പോയി താമസിച്ചാലും ദൈവം നിനക്കിട്ട വില മാറുന്നില്ല. കൊട്ടാരത്തിൽ താമസിച്ചാലും ദൈവം നിനക്കിട്ട വില മാറുന്നില്ല. ജോലിയില്ല, കൊറോണ, ജോലി പോയി, നിന്റെ വില മാറുന്നില്ല കുഞ്ഞെ. വില കുറയുന്നില്ല, കൂടുന്നില്ല. നീ പോയി ജോലി ചെയ്യുന്ന ഒരു സോപ്പ് കമ്പനിയിലാണ്, വില കുറയോ? നോ, ഇല്ല. ഞാൻ IT പ്രൊഫഷണലാണ്, വില കൂടുകയുമില്ല. വൈറ്റ് കോളർ, ഇതെന്ത് കോളറാ? പിങ്കോ. വൈറ്റ് കോളർ ജോബാണ് ചെയ്യുന്നത്, വില കൂടുകയോ കുറയോ? നോ. ദൈവം നിനക്കിട്ട വില അതുപോലെ തന്നെയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. ഇനി വേറൊരു കാര്യം കൂടി ചിന്തിക്കാം. ഇതേ ആള് കുറച്ച് പാപം ചെയ്തു, അഴുക്കിൽ പോയി, എന്ത് ചെയ്താൽ മതി? കഴുകിയെടുത്താൽ മതി. ഹലോ, യേശുവിൻ്റെ രക്തത്തിൽ കഴുകിയെടുത്താൽ മതി, വില അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പുത്രൻ വഴി തെറ്റി വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വന്നപ്പോഴും പിതാവ് അവനെ കൈക്കൊണ്ടു. ചേട്ടൻ കൈക്കൊണ്ടോ? ചേട്ടനെ കൈക്കൊണ്ടില്ല. വേറെ പലരും പറഞ്ഞു തെമ്മാടി പോയി എല്ലാം മുടിച്ചിട്ട് തിരിച്ചു വന്നേക്കുക. എന്നിട്ടും അവൻ നിർത്തിയിട്ടില്ല. അപ്പനെ പ്രീണിപ്പിച്ച് ബാക്കിയുള്ളതും കൂടി തട്ടിയെടുക്കാൻ വന്നേക്കുക. എന്തും പറഞ്ഞോട്ടെ, അപ്പൻ എന്ത് വിലയിടുന്നു അതാണ് നിന്റെ വില. പറ. അപ്പൻ എന്ത് വിലയിടുന്നു അതാണ് നിങ്ങളുടെ വില. സ്വർഗീയ പിതാവ് എന്ത് വിലയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്? സത്യത്തിൽ ഈ ലോകം തരുന്ന വിലയല്ല, ആ വിലയാണ് നിങ്ങളുടെ യഥാർത്ഥ വില. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ഇതിന് ശേഷമാണ് ചപ്പാത്തി പരത്തുന്നതെങ്കിൽ നൃത്തം ചെയ്ത് ചപ്പാത്തി പരത്തണം. കാരണം ദൈവം എനിക്ക് സാറാമ്മച്ചെടുത്തിയെ നൃത്തം ചെയ്ത് കറങ്ങി വടിയൊക്കെ കറക്കി വേണം ചപ്പാത്തി പരത്താൻ. ഇന്ന് ചപ്പാത്തിയിൽ പാത്രത്തിലേക്ക് ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക ആക്ഷനിലേക്ക് ഇടണം. കാരണം ദൈവം എനിക്ക് തന്ന വില അവറാച്ചാനും മനസ്സിലായില്ലേലും സ്വർഗത്തിലെ പിതാവിന് എന്റെ വില അറിയാം. ചിലരൊക്കെ പറയും മക്കളൊക്കെ കെട്ടിച്ചു വെച്ച് ഒരെണ്ണം തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി മോനെ ആലോചിച്ച് വളർത്തി എല്ലാമാക്കി, ഇപ്പോൾ ഭാര്യ അവനെ കൊണ്ട്, അവന് എന്നെ ഇഷ്ടമല്ല, ഇപ്പോൾ ഭാര്യയാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് കാണും. മക്കൾ നോക്കുന്നില്ല, മരുമക്കൾ നോക്കുന്നില്ല, കൊച്ചുമക്കൾ നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. നോ പ്രോബ്ലം, ദൈവം തന്നെ നോക്കുന്നുണ്ട്. ഒരു കുരുകിൽ താഴെ വീഴുമ്പോൾ ദൈവം അറിയുന്നെങ്കിൽ, അമ്മച്ചിയെ, ചേട്ടത്തിയെ, ആന്റിമാരെ, അങ്കിളുമാരെ, ദൈവം നിന്നെ കാണുന്നു, നോക്കുന്നു, അറിയുന്നു. നീ വിലയേറിയവനും മാന്യനുമാകയാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് പകരം ജാതികളെയും നിന്റെ പ്രാണന് പകരം മനുഷ്യരെയും അവൻ കൊടുക്കുന്നു. അത്രത്തോളം ദൈവം നിനക്ക് വിലയിട്ടിട്ടുണ്ടെന്നർത്ഥം. ഹല്ലേലൂയ. ഇനി എന്തിനാ ഞാനിതിങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്? ഒറ്റ ഉദ്ദേശമുള്ളൂ, അകത്ത് ധൈര്യം, ആത്മവിശ്വാസം വർദ്ധിക്കണം. ആന്തരിക മനുഷ്യൻ പുഷ്ടി. എനിക്ക് ആ ഒരു ഉദ്ദേശമുള്ളൂ, ദുരുദ്ദേശമൊന്നുമില്ല. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ വളർന്ന് ബലം പ്രാപിച്ച് ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഉഷ്ണക്കാറ്റ് വന്നാലും, തെന്നിക്കാറ്റ് വന്നാലും, ഈശാനമൂലം വന്നാലും, മണൽക്കാറ്റ് വന്നാലും, ടൊർണേഡോ അടിച്ചാലും, ഓഖി അടിച്ചാലും, കട്രീന അടിച്ചാലും പിടിച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നീ മാറണം. അതാണ് എൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. ഇതിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ കൈയടിക്കണം. ആ ചപ്പാത്തി പോലെങ്കിലും അടിക്കും. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത 2 ദിവസം, ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെയും മറ്റന്നാളും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇൻസൈഡ് ഔട്ട്. അധികം താമസിച്ച ചില ദിവസങ്ങൾ കൊണ്ട് തീരും. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ന പരമ്പര തീരാൻ പോവുകയാണ്. ഒരുപക്ഷെ ദൈവം അനുവദിച്ചാൽ ഡിസംബർ 31-നകം സംശയങ്ങൾ തീർക്കാനുള്ള സമയങ്ങളാണ്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ അയച്ചോ. എനിക്കറിയാമെങ്കിൽ ഞാനത് പറയും. എനിക്കറിയാൻ പാടില്ലാത്തത് ക്ഷമ സിസ്റ്റർ പറയും. എന്നിട്ട് നമ്മൾ പുതിയ വർഷം ജനുവരി 1 മുതൽ ഇംഗ്ലീഷിലേക്ക്, മലയാളത്തിലേക്ക്, ഹിന്ദിയിലേക്കൊക്കെ ബ്ലെസ്സിങ് ടുഡേ വരികയാണ്. ഐ എം സോ എക്സൈറ്റഡ്. സാക്ഷി പറ. സാക്ഷി, നമുക്ക് ഇത്രയും നേരം ചപ്പാത്തി കഥ പറഞ്ഞുകൊണ്ട്
അതുമായി ബന്ധപ്പെട്ട ഒരു ഹീലിംഗ് ടെസ്റ്റിമണി നമുക്കൊന്ന് കേൾക്കാം. ഇത് തന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ ലിഡിയയാണ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, ഞാനൊരു സാക്ഷ്യം പറയാനാണ് ഓടി അയക്കുന്നത്. എനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ചെസ്റ്റിലൊരു ചതവ് വന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. അത് കാരണം എനിക്ക് ജോലി ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ പെയിനൊക്കെ ഇച്ചിരി കുറഞ്ഞപ്പം ഞാൻ ഒരു ദിവസം ചപ്പാത്തി വരുത്താനായിട്ട് നോക്കിയിട്ട് എനിക്ക് അന്നേരത്തേക്ക് വീണ്ടും വേദനയൊക്കെ കൂടി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു, യേശുപ്പച്ച ഈ ജോലിയൊക്കെ ചെയ്യാനുള്ള ആരോഗ്യത്തെ എനിക്ക് തരണേ, ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റണേന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഇച്ചിരി എനിക്ക് കുറവ് തോന്നിയപ്പം ഞാൻ പെയിനൊക്കെ കുറവായിട്ട് തോന്നിയപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്കത് മുഴുവനും അത് ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കുവാൻ യേശുപ്പച്ചൻ സഹായിച്ചു. യേശുപ്പൻ 1000 നന്ദി. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ ഒരു ഭയങ്കര വിടുതൽ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാൻ ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചപ്പാത്തിയുള്ളൊരു സാക്ഷി. എൻ്റെ കയ്യിൽ ഇതുപോലെ ബാങ്ക് പോലെ എല്ലാവരും ഇട്ടിരിക്കുന്ന ടെസ്റ്റിമണീസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പോയിന്റ്സ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പാസ്റ്റർ ബ്രദർ എന്ത് പറഞ്ഞാലും ഞാനിത് മനഃപൂർവ്വം ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞൂടാ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വേറെ വെച്ചിരുന്നത്, പക്ഷെ ഇത്രയും കഥ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതിടാം. ദാറ്റ്സ് ഓക്കെ. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു സൺഡേ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് പറ്റിയ സാക്ഷ്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. ആളിയായിരിക്കും ഇത് തമ്മിലൊത്ത് ചെയ്യുന്നതാണ്. ഞാൻ അറിഞ്ഞിട്ട് ഒരിക്കലും അല്ല. ഞാൻ ഇതൊന്നും അറിയാതെ ചപ്പാത്തി കോല് പറഞ്ഞത് ചപ്പാത്തിയുടെ സാക്ഷ്യം. കർത്താവ് പ്രാർത്ഥനയിലൊരു വലിയ ഈ പ്രാർത്ഥന ബ്രദർ ഡേമൻ കഴിഞ്ഞ 2-3 മുമ്പ് ഈ പ്രെയർ ആയിരുന്നല്ലോ അന്ന് ഫോക്കസ് ചെയ്തത്. അയ്യോ എന്തുമാത്രം ടെസ്റ്റിമണീസ് ആണെന്നോ കിടക്കുന്ന പ്രാർത്ഥനയുടെ വിടുതലുകൾ. പ്രാർത്ഥനയുടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ആളുകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ അർത്ഥം ഈ ലോകത്തിലൊരു മാറ്റം വരാൻ പോവുകയാണ്. കാരണം അഖിലാണ്ടത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ലിഡിയ ഈ ടെസ്റ്റ് മണിയിൽ എൻ്റെ യേശുപ്പച്ച എനിക്ക് സൗഖ്യം നൽകി, എൻ്റെ യേശുപ്പ നൽകി. ഓക്കെ, നമ്മളെ പോലുള്ള ആളുകൾ, മനുഷ്യർ, മിനിസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപക്ഷെ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ കുറച്ച് ഔട്ടായിട്ട് അവരും അവരുടെ ദൈവം എന്ന് പറയുന്ന ഒരു ബന്ധത്തിലോട്ട് ഇവർ എത്തിച്ചേരുന്നു ആ പ്രാർത്ഥനയോട്. അതിലാണ് ഒരു വലിയ സല്യൂട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധമില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല. ഈ സഹോദരിക്ക് യേശുവുമായി അങ്ങനെ ഒരു അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ചപ്പാത്തിയുടെ കാര്യത്തിൽ എന്തിലായാലും ഒരു രോഗസൗഖ്യം കിട്ടിയപ്പോൾ അത് തിരിച്ചറിഞ്ഞു. ദൈവത്തിന് അഭിമാനത്തോടെ എൻ്റെ യേശു ഒപ്പം ചെയ്തു എന്ന് പറയാൻ പറ്റും. പലർക്കും സൗഖ്യം കിട്ടിയാലും അത് വരും പോകും, അല്ലാണ്ട് അതിപ്പോൾ ദൈവത്തിൻ്റെ എന്തിടപെടലാണ്. പ്രാർത്ഥിച്ചൂല്ല ഞാൻ, അതുകൊണ്ട് ആസ്വദിക്കാനും പറ്റില്ല. എന്ത് ദൈവം അനുഗ്രഹം തന്നാലും ബന്ധമുണ്ടെങ്കിലേ അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റും. അതിൽ ആധുനിക മനുഷ്യൻ വെറും ഭൗതികനായി മാറി നേച്ചറിലേക്ക് കുറെ ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. പ്രകൃതിയുടെ ഒരു വികൃതിയാണിത്. മനസ്സിലായോ? അങ്ങനെ അങ്ങ് പ്രകൃതിക്ക് കൊടുക്കുകയാണ്. ആ പ്രകൃതിയുടെയും പുറകിൽ പ്രകൃതിയെ സൃഷ്ടിച്ച ഒരു വലിയ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നിന്റെ പെർസ്പെക്റ്റീവ് മാറും. അപ്പോഴത് ജീവിതത്തിന് അർത്ഥമുള്ളൂ. അതുവരെ ഒരു വെറും ഒന്നും എത്തുംപിടുത്തമില്ലാത്ത, ആദ്യം അന്തമില്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രീയ ജീവിയായി നടക്കും. ജീവിതത്തിൽ ഒരു സംതൃപ്തിയോ സമാധാനമോ ഉണ്ടാകുകയുമില്ല. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എൻ്റെ സമയം തീർന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കൈകൾ നീട്ടിപ്പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഏത് മാരകരോഗവും മാറട്ടെ. തിരിച്ചറിവുണ്ടാകട്ടെ. ദൈവത്തെ മനസ്സിലാക്കാൻ, മഹത്വപ്പെടുത്താൻ തിരിച്ചറിവുണ്ടാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആസ്മ സൗഖ്യമാകട്ടെ. അസിഡിറ്റി സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് കർത്താവിനെ കാണിക്കുന്നൊരു കാര്യം, ഈ വയറിനകത്ത് നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് ഒരു പ്രത്യേക, എങ്ങനെ പറയണത്, എരിച്ചിലാണോ എന്തോ ഒരു പ്രത്യേക രീതിയിൽ മുകളിലേക്ക് ഇങ്ങനെ കയറി ഒരു ആസിഡ് ഫ്ലക്സ് എന്ന് എന്തൊക്കെ പറയുന്ന രീതിയിൽ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ കിട്ടുകയാണ്. വിവിധ രീതിയിലുള്ള മാരകരോഗങ്ങൾ, ക്യാൻസർ, HIV പോസിറ്റീവ്, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈരി 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 നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Worship you, my Lord Jesus. Thank you, thank you, thank you. കൈകളെയും കൂടെ നീട്ടിപ്പിടിച്ച് വിടുതൽ പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലാകുന്നു, ബ്ലഡ് ഷുഗർ നോർമലാകുന്നു, ശരീരത്തിൻ്റെ വിവിധ വ്യവസ്ഥകൾ നോർമലാകുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ.
ഏത് വിഷയത്തിലും നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാം വിശ്വാസത്തിൽ. ഞാൻ പറയണമെന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ പാടിക്കഴിഞ്ഞ് ഇത് അവസാനിച്ച ഉടൻ തന്നെ ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാമോ അവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. ചേർന്ന് പാടാം. യേശു നാമത്തെ ഉയർത്തിടാം, അത്ഭുത നാമത്തെ ഉയർത്തിടാം, യേശു നാമത്തെ ഉയർത്തിടാം, അത്ഭുത നാമത്തെ ഉയർത്തിടാം. യേശു ഭൂവിൽ വന്നു എന്നെ രക്ഷിപ്പാൻ, യേശു ക്രൂശിതനായി എന്റെ ജീവനായി നീ മരിച്ചുയർന്നു നിത്യരാജനായി.